ഹലോ ക്രിമിസ്. അപ്പോൾ ഇന്നത്തെ ക്രിക്കറ്റ് എപ്പിസോഡിൽ സംസാരിക്കുന്നത് സി എസ് കെയെ കുറിച്ചാണ്. സി എസ് കെ ഇപ്രാവശ്യം IPL 19 സീസൺ കളിക്കുന്നത് അടിമുടി മാറി തന്നെയാണ്. രാജസ്ഥാൻ റോയൽസിന് സഞ്ജു സാംസനെ തൂക്കി പകരം രവീന്ദ്ര ജഡേജയും സാം കറാനെയും പ്ലെയർ ട്രേഡിലൂടെ കൈമാറ്റം ചെയ്താണ് സി എസ് കെയുടെ ഏറ്റവും വലിയ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ധോണിയുടെ പിൻഗാമി എന്ന നിലയിലാണ് സഞ്ജു സാംസനെ ചെന്നൈ സൂപ്പർ കിങ്സ് അവരുടെ ക്യാമ്പിലെത്തിക്കുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടിയും യങ് ടാലൻറ്റഡ്, അതായത് പുതിയ കളിക്കാർക്ക് കുറച്ചുകൂടി ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തൊരു ടീമിനെ തന്നെയാണ് ഇപ്രാവശ്യം ചെന്നൈ ഇറക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലൊക്കെ ഒരു കുറച്ചുകൂടിയും ഏജ്ഡായ അല്ലെങ്കിൽ കുറച്ചുകൂടി സീനിയർ പ്ലേയേഴ്സിനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കളിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്രാവശ്യം അവർ മാറി ചിന്തിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ വളരെ മോശം പെർഫോമൻസ് തന്നെയായിരുന്നു അതിന് കാരണം. 10ാം സ്ഥാനത്താണ് ചെന്നൈ കഴിഞ്ഞ സീസണിൽ ഫിനിഷ് ചെയ്തത്. അപ്പോൾ അതൊക്കെ അവരൊരു മാറി ചിന്തിക്കാൻ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 10-12 പ്ലെയേഴ്സിനാണ് ചെന്നൈ അവരുടെ കഴിഞ്ഞ ടീമിൽ നിന്ന് റിലീസ് ചെയ്തത്. അതിൽ തന്നെ രജിൻ രവീന്ദ്ര, ദേവൻ കോൺവേ, ദീപക് ഹൂഡ, വിജയ് ശങ്കർ എന്നീ സൂപ്പർ താരങ്ങളും ഷെയ്ഖ് റഷീദ്, മദീഷ പതിരാണ, കമലേഷ് നാഗർകോട്ടി, രാഹുൽ ത്രിപാഠി, വാനിഷ് ബേദി, ആൻഡ്രസ് സിദ്ധാർത്ഥ് എന്നിവരും ഈ റിലീസ്ഡ് പ്ലേയേഴ്സിൽ ഉൾപ്പെടുന്നവരാണ്. പകരം കാർത്തിക് ശർമ്മ, പ്രശാന്ത് വീർ എന്നീ അൺക്യാപ്ഡ് പ്ലേയേഴ്സ് അടക്കം 9 പ്ലേയേഴ്സിനാണ് CSK അവരുടെ 2026 ഓപ്ഷനിലൂടെ ബൈ ചെയ്ത് തങ്ങളുടെ ക്യാമ്പിലെത്തിച്ചത്. അതിൽ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്തെന്ന് വെച്ചാൽ പ്രശാന്ത് വീർ, കാർത്തിക് ശർമ്മ എന്നീ 2 പ്ലെയറുടെ ആ ഒരു വാല്യൂ ആണ്. 14.2 കോടിക്കാണ് കാർത്തിക് ശർമ്മയും പ്രശാന്ത് വീറിനെയും CSK സ്വന്തമാക്കിയിരുന്നതിന്. അതൊരു വല്ലാത്തൊരു മൂവ് തന്നെയായിപ്പോയി. കാരണം ഒരു ക്യാപ്ഡ് അല്ലെങ്കിൽ ഒരു സീനിയർ പ്ലെയറിന് കിട്ടുന്നതിനാളും കൂടുതൽ എമൗണ്ട് ആണ് ഏറ്റവും കൂടുതൽ IPL ചരിത്രത്തിൽ തന്നെ ഒരു അൺക്യാപ്ഡ് പ്ലെയേഴ്സിന് കിട്ടാവുന്ന ഏറ്റവും വലിയ തുക തന്നെയാണ് 14.2 കോടി എന്നുള്ളത്. ആ ഒരു എമൗണ്ടിനാണ് 2 പേരും CSK ബൈ ചെയ്തത്. കൂടുതൽ തന്നെ മാത്യു ഷോട്ടിനെയും 1.5 കോടിക്കും, അഖിൽ ഹുസൈനെ 2 കോടിക്കും, അമൻ ഖാൻ 30 ലക്ഷം ബേസ് പ്രൈസായി 30 ലക്ഷത്തിനും, സർഫറാസ് ഖാനെ 75 ലക്ഷത്തിനും, അതുപോലെ ന്യൂസിലൻഡ് പേസ് ബോളറായ സെറ്റ് ഫോക്സിനെ ബേസ് പ്രൈസ് തന്നെയാണ് 30 ലക്ഷത്തിനാണ് സ്വന്തമാക്കിയത്. അപ്പോൾ ഒരു കുറച്ചും കൂടി ഒരു യങ് ടാലൻറ്റിന് അല്ലെങ്കിൽ യങ് ടീമിന് തന്നെയാണ് CSK ഈ പ്രാവശ്യം നടക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് കണ്ടറിയാം CSKയുടെ ഒരു ചേഞ്ച് എത്രത്തോളം ഫലപ്രദമായെന്ന് നമുക്ക്. അതുപോലെ തന്നെ ഇന്ത്യയുടെ അണ്ടർ-19 ടീം ക്യാപ്റ്റനായ ആയുഷ് മാത്രേനെ CSK തങ്ങളുടെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് സഞ്ജു സാംസണെ ഏത് പൊസിഷനിൽ കളിപ്പിക്കുന്നതാണ്. ഓപ്പണിംഗ് ആണോ അതോ ഒരു ഫിനിഷറുടെ റോളിലാണോ എന്നൊന്നും നമുക്കറിയില്ല. മിക്കവാറും ഓപ്പണിംഗ് തന്നെ നടക്കാനാണ് ചാൻസ്. കാരണം സഞ്ജു നമ്മൾ 2020 വേൾഡ് കപ്പിൽ കൊണ്ടുപോകുന്നത് ഓപ്പണിങ്ങിലാണ് നല്ലൊരു ഫോം വീണ്ടെടുത്ത് നല്ല ഇന്നിങ്സൊക്കെ കളിച്ചത്. അപ്പോൾ തീർച്ചയായും ഒരു ഓപ്പണിംഗ് പ്ലേസ് തന്നെ സഞ്ജുവിന് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൂടെ ആരും ഓപ്പൺ ചെയ്യുന്ന കാര്യത്തിലാണ് സംശയം. ഇപ്പോൾ ഋതുരാജ് ഗേക്വാദ് ഉണ്ട്. ഋതുരാജ് ഗേക്വാദ് തന്നെയാണ് CSKയുടെ ക്യാപ്റ്റൻ നിലവിൽ. അപ്പോൾ പുള്ളിയുടെ പരിക്കും കാര്യങ്ങളൊക്കെ പരിഗണിച്ചായിരിക്കും ആളുടെ ഒരു ടീമിലുള്ള സ്ഥാനം, അതുപോലെ തന്നെ പൊസിഷനിലുള്ള സ്ഥാനവും. പിന്നെ ധോണി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം കഴിഞ്ഞ സീസണിൽ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു ബാറ്റിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു 7-8 പൊസിഷനിലൊക്കെ ഇറങ്ങും. അതായത് ബാറ്റിങ്ങിന് വേറെ ആരും ഇല്ലെങ്കിൽ ഞാനൊന്ന് ഇറങ്ങി ഒരു 2 സിക്സൊക്കെ അടിച്ച് പോരാ എന്നൊരു മൈൻഡ് സെറ്റാണ് പുള്ളിയുടെ. ഒരു ടീമിലൊരു സാന്നിധ്യം അത്രയാണ് ധോണിയുടെ ഒരു റോൾ എന്ന് പറഞ്ഞാൽ CSKയിൽ ഈ ഒരു റീസൺ 2 വർഷമായിട്ട്. പലപ്പോഴും ധോണിയെ CSK ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ട്. ഈവൻ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പിൻ്റെ കാര്യത്തിലായാലും ഓവറോൾ ക്യാപ്റ്റൻസിയിലാണ് ധോണിയെ ചെന്നൈ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യണത്. നമുക്ക് കണ്ടാണ് ജഡേജ വന്നു, ഋതുരാജ് വന്നു. അപ്പോൾ ജഡേജ ക്യാപ്റ്റനായിട്ട് പിന്നെ കുറച്ച് മത്സരങ്ങൾ തോറ്റു, പിന്നെ ജഡേജ ക്യാപ്റ്റൻസിന് ഒഴിവാക്കി വീണ്ടും ധോണി തന്നെ ആവുന്നു. അപ്പോൾ ധോണിയുടെ ആ ഒരു ക്യാപ്റ്റൻസി പവറാണ് ചെന്നൈനെ കൂടുതൽ സാധിക്കണം. അതുപോലെ തന്നെ ചെന്നൈ ഡിപ്പെൻഡ് ചെയ്യണതും ധോണിയുടെ ഒരു ടാലൻറ്റിന് തന്നെയാണ്. അപ്പോൾ ഒരു ധോണിക്ക് ശേഷം ആര് എന്നൊരു കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ചെന്നൈ ഈ ഒരു 19ാം സീസണിൽ ഇറങ്ങുന്നത്. കൂടുതൽ കളിക്കാരൊക്കെ ഇറക്കി നല്ല യങ് പ്ലെയേഴ്സിനൊക്കെ, എസ്പെഷ്യലി കാർത്തിക് ശർമ്മ, അതുപോലെ തന്നെ പ്രശാന്ത് വീർ എന്നീ പ്ലെയേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പൊന്നും വില കൊടുത്തു വാങ്ങി എന്ന് പറയാം. ഭാവിയിലേക്കുള്ളൊരു നിക്ഷേപം തന്നെയായിട്ട് തന്നെ കാണാം. അതുകൊണ്ടായിരിക്കും അത്രയും വില കൊടുത്ത് അവരെ CSK ബൈ ചെയ്തത്. അപ്പോൾ IPL CSKയുടെ മത്സരങ്ങൾ വരുന്നത്
മാർച്ച് 30-നാണ് ആദ്യ മത്സരം രാജസ്ഥാൻ റോയൽസുമായിട്ട്. അത് കഴിഞ്ഞ് ഏപ്രിൽ 3-ന് പഞ്ചാബ് കിങ്സായിട്ടും, ഏപ്രിൽ 5-ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായിട്ടും, ഏപ്രിൽ 11-ന് ഡൽഹി ക്യാപിറ്റൽസുമായിട്ടാണ് CSKയുടെ ആദ്യഘട്ടത്തിലുള്ള മത്സരങ്ങൾ വരുന്നത്. 4 മത്സരങ്ങളാണ് ഇതുവരെ IPL പ്രഖ്യാപിച്ചുള്ളത്. അപ്പോൾ ഈ ഒരു 4 മത്സരങ്ങളിലൂടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഒരു കോമ്പിനേഷൻ്റെ ഇത് നമുക്ക് കാണാം. അവരുടെ ഒരു പെർഫോമിൻ്റെ ഒരു വാല്യൂ നമുക്ക് ഈ ഒരു മത്സരങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ടീമിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം, ബൈ.